യേശു മരിച്ചതിനു ശേഷം അവർ അവനെ കല്ലറയിൽ അടക്കി. അവൻ്റെ ശിഷ്യന്മാർ ശരീരം എടുത്തു കൊണ്ടുപോകുമെന്ന് ഭയന്ന് പീലാത്തോസ് തൻ്റെ പടയാളികളെ കല്ലറ ഭദ്രമാക്കാൻ ഏൽപ്പിച്ചു. അല്ല, എന്താ പതിവില്ലാതെ ഇവിടെ ഒരു കാവൽ? ഏറെ നാൾ ഇതുവഴി സഞ്ചരിച്ചിട്ടും ഇതിനു മുമ്പ് ഞാനിവിടെ ആരെയും കണ്ടിട്ടില്ലല്ലോ. അല്ല, ഇതെല്ലാം ചോദിക്കാൻ നീ ആര്? പീലാത്തോസിന്റെ അംഗരക്ഷകരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അത്ര ധൈര്യമോ നിനക്ക്? അയ്യോ ക്ഷമിക്കണം, ഞാനൊരു പാവം വഴിപോക്കൻ. ഏറെ നാൾ ഇതുവഴി സഞ്ചരിച്ചിട്ടുണ്ട്. പതിവില്ലാതെ നിങ്ങളെ കണ്ടപ്പോൾ തിരക്കിയെന്നേ ഉള്ളൂ. വിഡ്ഢി, 2 നാളായി ഇവിടെ നടക്കുന്നൊന്നും നീ അറിയുന്നില്ലേ? അതല്ല, ഇതെല്ലാം അറിഞ്ഞിട്ടാണോ നിന്റെ ഈ അഭിനയം? സത്യം പറ, നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അയ്യോ, നിങ്ങൾ കരുതുന്ന പോലെയല്ല. ഞാൻ ആരുടെയും ശിഷ്യനല്ല. നിർത്ത് നിന്റെ അഭിനയം. നിന്നെ പോലുള്ള ഒരു അഭിനയം ഞങ്ങളേറെ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. ഞാനൊരു യാത്രികൻ. കെയ്റോയിൽ നിന്ന് വരുന്നു. അങ്ങ് കാനാൻ ദേശത്തേക്ക് പോകുന്നു. നീ പറയുന്നത് ശരിയാണെങ്കിൽ നിനക്ക് നല്ലത്. കെട്ടും പാടവും എടുത്ത് വേഗം പോകാൻ നോക്ക്. ആ പോയ യാത്രികൻ അത്ര നിസ്സാരക്കാരനായി എനിക്ക് തോന്നുന്നില്ല. അതെന്താ നിനക്ക് അങ്ങനെ ഒരു സംശയം? നിങ്ങൾ അവന്റെ കയ്യിലെ വാൾ ശ്രദ്ധിച്ചോ? ഇത്രയും തിളക്കമുള്ള വാൾ പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അതും സ്വർണ്ണ നിറത്തിലുള്ളത്. കഴിഞ്ഞോ നിന്റെ ജൽപ്പനങ്ങൾ? മതി, നിർത്ത്. നീ നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. നോക്ക് റാമോസ്, നോക്ക്. ഒടുവിൽ അവൻ എന്റെ കയ്യിൽ തന്നെ കുടുങ്ങി. കൊള്ളാം ലോപ്പസ്, കൊള്ളാം. നീ ഒരു മിടുക്കൻ തന്നെ. കലക്കവെള്ളത്തിലും നിനക്ക് മീൻ പിടിക്കാൻ അറിയാലോ, അല്ലേ റൂപ്പസ്? ദൈവപുത്രനായ യേശുവിന് അറിയപ്പെടുന്ന 12 ശിഷ്യന്മാരല്ലാതെ മറ്റു പല അനുയായികളും ഉണ്ടായിരുന്നു. യഹൂദരെയും ജനപ്രമാണികളെയും ഭയന്ന് പരസ്യമായി അവർ സ്വയം വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ യേശുവിൻ്റെ മരണശേഷം അവനൊരു നോക്ക് കാണുവാൻ അവരിൽ പലരും അതിയായി ആഗ്രഹിച്ചു. അവരിൽ 2 പേർ യേശു ഉയർക്കുന്നതിന് മുമ്പ് കല്ലറയുടെ അടുത്തെത്തി. എന്താ ഒരു ചിരി? ഏയ്, ഒന്നുമില്ല. എന്നാലും ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ വീഞ്ഞൊഴിക്ക്. എന്താ നീ കാണിക്കുന്നത്? വേഗം ഒഴിക്ക്. വെറുതെ ഇരുന്ന് ചിരിക്കാൻ നിനക്കെന്താ ഭ്രാന്തായോ? അല്ല,
ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തെല്ലാമായിരുന്നു ജനങ്ങളുടെ പ്രകീർത്തനങ്ങൾ. നസ്രായന്മാരുടെ രാജാവ്, പ്രവാചകൻ, ഇസ്രായേലിന്റെ രക്ഷകൻ, ജെറുസലേം പുത്രിമാരുടെ രാജകുമാരൻ. ഒടുവിൽ എന്തായി? അവന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ കേവലം 30 വെള്ളിക്കാശിന് കൺകെട്ട് വിദ്യക്കാരൻ. അവൻ കേവലം വെറും ഒരു കൺകെട്ട് വിദ്യക്കാരനായി എനിക്ക് തോന്നുന്നില്ല. ഓഹോ, പിന്നെ അവനാര്? എന്താണാവോ അവിടുത്തെ അനുമാനം? ഞാൻ പറയാം, നിങ്ങളന്ന് ശ്രദ്ധിച്ചു. നമ്മളവനെ പിടിക്കാൻ പോയപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ മാൽക്കൂസിൻ്റെ ചെവി വെട്ടിയെടുത്തു. നിമിഷ നേരം കൊണ്ടല്ലേ അവനത് സുഖപ്പെടുത്തിയത്. നിർത്ത്, ഇല്ലെങ്കിൽ എന്റെ വാളായിരിക്കും ഉത്തരം പറയുക. ചത്തവനെ പുകഴ്ത്തുന്നോടാ നായെ. ചെവി വെട്ടിയതും അത് ശരിയാക്കിയതും എല്ലാം അവന്റെ ജാലവിദ്യ. ശരിക്കും ഇതൊന്നും അവിടെ നടന്നിട്ടില്ല. ഇതെല്ലാം നടന്നുവെന്ന് തോന്നിപ്പിക്കുന്നതാണ് അവന്റെ ജാലവിദ്യ. ഏയ്, ഒന്ന് നിർത്ത്. ചത്തവനോ ചത്തു. ഇനി അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. എന്തു പറ്റി? നിന്റെ മുഖത്തെന്താ ഒരു വല്ലായ്മ? നമുക്ക് കല്ലറയുടെ അടുത്തെത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. അവർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ശോ, ഇതെന്ത് കഷ്ടം! മരണം വരെയും അവർ അവനെ ദ്രോഹിച്ചു. ഇപ്പോൾ ഇതാ മരിച്ചു കഴിഞ്ഞിട്ടും അവനെ അവർ വെറുതെ വിടുന്നില്ല. ശരിയാണ്, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. അവരവനെ ഇപ്പോഴും അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. കേട്ടിട്ട് തന്നെ ഉള്ളൊരുകുന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വാ, നമുക്ക് തിരിച്ചു പോകാം. എന്താണ് അവിടെ ഒരു ശബ്ദം? ആരാണ് അവിടെ ഒളിച്ചു നിൽക്കുന്നത്? റൂഫസ്, ചെന്ന് നോക്ക്. വേഗം. മഗ്ദലന മറിയവും മറ്റു സ്ത്രീകളും സുഗന്ധദ്രവ്യങ്ങളും കാഴ്ചവസ്തുക്കളും അർപ്പിക്കുവാനായി കല്ലറയുടെ അടുത്തെത്തി. തുറന്നുകിടക്കുന്ന കല്ലറ കണ്ട് അവർ അസ്വസ്ഥരായി. കെസിയ, നമ്മളവിടെ എത്താറായോ? തിടുക്കം കൂട്ടാതെ മറിയും, നമ്മൾ ഇപ്പോൾ തന്നെ അവിടെ എത്തും. അവിടെ എത്തുന്നത് വരെ എൻ്റെ മനസ്സുറയ്ക്കുന്നില്ല. ഈ സുഗന്ധദ്രവ്യങ്ങളെല്ലാം കല്ലറയിൽ വയ്ക്കാൻ പടയാളികൾ സമ്മതിക്കുമോ? എൻ്റെ മനസ്സിലെ ആധി കൂടിക്കൂടി വരുന്നു. സമാധാനിക്കൂ മറിയം. ആദ്യം നമ്മൾ അവിടെ എത്തട്ടെ. നമുക്ക് അവരോട് പറഞ്ഞ് എല്ലാം ശരിയാക്കാം. അവന് ഏറെ ഇഷ്ടപ്പെട്ട എല്ലാം ഞാൻ കരുതിയിട്ടുണ്ട്. റാഹേൽ, നിന്റെ കയ്യിലെ സഞ്ചി എവിടെ? സഞ്ചിയോ? അത് എടുക്കുവാനുള്ളതായിരുന്നോ? ഞാനത് മറന്നുവെന്നാ തോന്നുന്നേ. ഇതെല്ലാം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ റാഹേൽ? എന്നിട്ടും നീ അത് മറന്നു. പ്രയാസപ്പെടാതിരിക്കൂ മറിയം. നീ ഇവിടെ നിൽക്കൂ. ഞങ്ങൾ വേഗം തന്നെ പോയി എല്ലാം എടുത്തുകൊണ്ടുവരാം. ഹേയ് മറിയം, നീ എന്തിനാണ് കരയുന്നത്? എൻ്റെ ഗുരുവിനെ അവർ കല്ലറയിൽ നിന്നും എടുത്തു മാറ്റി. ഗുരുവോ? ആരാണവൻ? അതെ, ഗുരു തന്നെ. ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരു. യേശു എന്നാണ് അവൻ്റെ പേര്. ഈ കല്ലറയിലാണ് അവനെ അടക്കിയിരുന്നത്. ഇപ്പോൾ അവനെ ഇവിടെ കാണാനില്ല. ആകെയുള്ളത് ഈ കച്ച മാത്രം. കരയാതിരിക്കൂ മറിയം. അവൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നീ ഇത്ര വേഗം മറന്നുവോ? മരിച്ചവരിൽ നിന്നും അവൻ ഉയർക്കുമെന്ന് പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? അല്ല, ആരാണ് നീ? അവൻ ഞങ്ങളോട് മാത്രമായി പറഞ്ഞതെല്ലാം നിനക്കെങ്ങനെ അറിയാം?
എന്റെ പേര് നിനക്ക് എങ്ങനെ അറിയാം? ഇനി നീയാണോ അവനെ എടുത്തു മാറ്റിയത്? മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ കുരിശിൽ ബലിയായി ലോകത്തിൻ്റെ പാപങ്ങളെല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് വിജയപ്രഭയോടുകൂടി യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഏയ്, ഇവനിത് ഏതു നേരവും ഉറക്കം മാത്രമുള്ളൂ. ഒന്ന് പയ്യെ പറ, എങ്ങാനും എഴുന്നേറ്റാൽ തുടങ്ങും അവന്റെ ഭരണം. ശരിയാ, ഭരണം കൊണ്ട് സഹി കെട്ടു. കാവലൊന്ന് ശക്തമാക്കാൻ അധികാരികളോട് പറയണം. അതെന്താ? നീ കുറച്ചു മുൻപേ കണ്ടതല്ലേ, അവൻ്റെ അനുയായികളാണെന്ന് തോന്നുന്നു 2 പേർ അവിടെ പതുങ്ങിയിരുന്നത്. കല്ലറയിൽ നിന്നും ശവമെങ്ങാനും കാണാതെ പോയാൽ കഴിഞ്ഞു. കഴുത്തിന് മുകളിൽ തല കാണില്ല. അത് ശരിയാണ്. നാളെ തന്നെ നമുക്ക് അധികാരികളോട് പറയാം. പതിവില്ലാതെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടല്ലോ. കണ്ടിട്ട് മഴ പെയ്യുമെന്നാ തോന്നുന്നേ. ശരിയാ, അന്തരീക്ഷം പെട്ടെന്നാണ് മാറിയത്. എന്താ ഒരു ശബ്ദം കേട്ടത്? ഒന്നുമില്ല, ഇടിമുഴങ്ങിയതാ. ഓ, ഇടിമുഴക്കമായിരുന്നു. ഇടിമുഴക്കം മാത്രമല്ല, അന്തരീക്ഷത്തിലും നല്ല മാറ്റമുണ്ട്. കണ്ടില്ലേ കാറ്റ് വീശുന്നത്? അല്ല, എന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? ശബ്ദമോ? എന്ത് ശബ്ദം? ഞാനൊരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. ഓ, ഒന്ന് നിർത്ത്. നീ അല്ലെങ്കിലും ഒന്നും കേൾക്കില്ല. ദാ, വീണ്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ ഒരു കുതിരക്കുളമ്പടി ശബ്ദം? ദാ അവിടുന്ന്. ശരിയാ, ദാ അവിടെ.